നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്. നമ്മൾ ഒരു സാഹിത്യ വീഥിയിൽ സാഹിത്യ ചിന്തയൊക്കെ നാളെ ഞായറാഴ്ച. ഇന്ന് നമ്മളൊരു പാചക ചിന്തയാണ്. ഇന്നത്തെ പാചക വീഥിയിലേക്ക് ഞാൻ എൻ്റെ വക ഒരു വിഭവം ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക തരം പൂരിയാണ്. പൂരി ഇഷ്ടപ്പെടാത്തവരാരും ഇല്ലല്ലോ. എത്ര നമ്മൾ പൂരി ഉണ്ടാക്കി വീട്ടിൽ കഴിക്കുകയാണെങ്കിലും സാധാരണയായിട്ട് ഹോട്ടലുകളിലോ മറ്റോ ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും പൂരി മസാല എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ്. മസാല ദോശ അതും ഇഷ്ടമുള്ളതാണ്. ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക തരം പൂരിയാണ്. ഇത് വളരെ സിമ്പിളാണ്, അതേസമയം വേറെ പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് അധ്വാനമൊന്നുമില്ല. സാധാരണയായിട്ട് നമ്മൾ പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഒരു ഗോതമ്പ് പൊടി അല്പം മൈദയും കൂടെ ചേർത്ത് ഒന്നങ്ങോട്ട് കുഴച്ച് വയ്ക്കും. കുറച്ച് സമയം ചിലപ്പോൾ വയ്ക്കുന്നു, അല്ല വച്ചില്ല വെച്ചാലും കുഴപ്പമില്ല. സാധാരണ പോലെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി ഉപ്പിട്ട് അങ്ങ് കുഴച്ച് വെച്ച് അതിനിങ്ങനെ നല്ല 4 ഇടി ഇടിച്ച് കുഴച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതാക്കി പരത്തി ഉണ്ടകളാക്കി പരത്തി നല്ല ചൂടുള്ള എണ്ണയിൽ അങ്ങോട്ട് കാച്ചെടുക്കുമ്പോൾ ഒറ്റ കുമ്പളയായിട്ട് അങ്ങോട്ട് വരും. ഒരു കറി ഉണ്ടാക്കും. ആ കറി കടലക്കറി ഉണ്ടാക്കും, ചിലർ മസാലക്കറി ഉണ്ടാക്കും, ചിലർ ഇഷ്ടമാകും ഉണ്ടാക്കുക. അങ്ങനെ പലതും മനോധർമ്മം അനുസരിച്ച് അങ്ങനെയാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള പൂരിയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് പുതിയതായിട്ട് ഉണ്ടാക്കിക്കോളും. ആദ്യം ഒരു ഉരുളക്കിഴങ്ങ് വച്ച് പുഴുങ്ങിയെടുക്കും. കുക്കറിൽ വെച്ച് അങ്ങോട്ട് ഒന്ന് പുഴുങ്ങിയാൽ മതി. അത് കഴിഞ്ഞ് സബോള പൊടിയായിട്ട് അരിഞ്ഞ് സബോള വേറെ വയ്ക്കും. അതിനകത്ത് ഒരു ഇഞ്ചി കഷ്ണം അരിഞ്ഞിടും, പിന്നെ 2-3 പച്ചമുളക് അരിഞ്ഞിടും, കറിവേപ്പിൻ്റെ ഇല, ഉഴുന്ന് പരിപ്പ് ഇതൊക്കെ കൂടെ വറുത്തിടും. കടുക് വറുത്തിടാറില്ല, ഉഴുന്ന് പരിപ്പാണ്. ആദ്യം തന്നെ ഈ കറിയാണ് റെഡിയാക്കുന്നത്. കറി റെഡിയാക്കണമെന്ന് വെന്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള, ഇഞ്ചി, പച്ചമുളക്. ആദ്യം ഈ കറിവേപ്പിൻ്റെ അല്ല ഉഴുന്ന് പരിപ്പ് എണ്ണയങ്ങ് ചൂടായി ഇൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടിയിൽ എണ്ണയങ്ങ് ചൂടായി വരുമ്പോൾ ഉഴുന്ന് പരിപ്പ് അങ്ങോട്ടും അത് ഏകദേശം അങ്ങോട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും മുറിച്ചിട്ട 2-3 മുളക്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, അത് കഴിഞ്ഞാൽ പിന്നെ സബോളയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇടും. അതൊന്നങ്ങോട്ട് വഴറ്റിയെടുക്കും. അത് മൂപ്പായിട്ട് വരുമ്പോൾ ശകലം അച്ചാർ പൊടി ഇടും, ചിലപ്പോൾ ഒരു 1/2 സ്പൂൺ സാമ്പാർ പൊടി ഇടും, അല്ലെങ്കിൽ രസപ്പൊടിയോ ഇടും. അപ്പോൾ ഒരു മസാലയുടെ സ്വാദ് വന്നു. ഈ ഉരുളക്കിഴങ്ങ് വെന്തിരിക്കുന്നത് അങ്ങോട്ട് പൊടിച്ച് ചേർക്കും. അത് ഇളക്കി ഒരുമിച്ച് ചേർത്ത് അതാണ് കറി. വെള്ളത്തോടു കൂടിയുള്ള കറി, കുറച്ച് വെള്ളത്തോടെ കറി വേണമെന്നുണ്ടെങ്കിൽ അപ്പത്തിരി വെള്ളം ഒഴിക്കുക, എന്നിട്ട് കറി മാറ്റി വയ്ക്കുക, പൂരി കാച്ചിയെടുക്കുക. ഇതാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ സംഭവങ്ങൾ ഞാനതിനെ മറ്റൊരു വിധത്തിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഈ കറി ഞാൻ ആദ്യം ഉണ്ടാക്കി, ശരിയാണ്. ഉരുളക്കിഴങ്ങും സബോളയും ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലയും ഉഴുന്ന് പരിപ്പും ഒക്കെ വറുത്തിട്ട് സബോള ഒന്ന് ഇതായി വരണം, ഒരു ചെമ്പറന്ന നിറമായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് അച്ചാർ പൊടിയും ഒരു ലേശം സാമ്പാർ പൊടിയോ അല്ലെങ്കിൽ ദോശപ്പൊടി ഇരിക്കുന്ന അല്പം ദോശപ്പൊടിയോ അതല്ലെങ്കിൽ ഇത്തിരി രസപ്പൊടിയോ അല്ല, ഇത് എല്ലാം കൂടി ചേർത്താലും വിരോധമൊന്നുമില്ല. കുരുമുളക് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അല്പം കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ഈ മസാലയിലേക്ക് ഉരുളക്കിഴങ്ങും പൊടിച്ചിട്ടിട്ട് അല്പം വെള്ളത്തോടു കൂടിയ കറിയങ്ങ് ഉണ്ടാക്കി. ആ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ അന്നേക്ക് ആവശ്യമുള്ള പിന്നെ ആ ചൂട് ഓഫാക്കി ചീൻചട്ടി അങ്ങോട്ട് ഓഫാക്കി കഴിഞ്ഞ് അതിലേക്ക് ഗോതമ്പ് പൊടി ഇടുക. ആ കറിയിലേക്ക് അങ്ങ് ഗോതമ്പ് പൊടി ഇട്ടു, ഒന്നങ്ങോട്ട് ഇളക്കി വെച്ചു. അല്പം ഉപ്പിട്ടു, ആ ഗോതമ്പ് പൊടിക്ക് ആവശ്യമുള്ള ഉപ്പിട്ടു. കൂടാതെ ഒന്നുകിൽ അല്പം മൈദ, അതല്ലെങ്കിൽ അല്പം 2 സ്പൂൺ റവ, ഇതും കൂടി ചേർത്ത് അസലായിട്ട് ഇളക്കി പൊത്തി അവിടെ വച്ചു. ചൂട് ഒന്നാറിക്കഴിഞ്ഞപ്പോൾ, വലിയ ചൂടുണ്ടാവില്ല, ഇത്തിരി കഴിഞ്ഞാൽ ആറും. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടി ചേർന്ന് ഗോതമ്പ് പൊടിയും ചേർത്തിട്ടില്ല. ആ മാവ് കയ്യിൽ ഇങ്ങനെ അല്പം വെള്ളം തൊട്ടിട്ട് അസലായിട്ട് അങ്ങോട്ട് കുഴച്ചു.
കുഴച്ച് കഴിയുമ്പോൾ നല്ലോണം കുഴച്ച് കഴിയുമ്പോൾ അത് അസലായിട്ട് പിടിച്ചു, ഈ ഗോതമ്പ് പൊടിയായിട്ട് പിടിച്ചു. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങോ മറ്റുള്ളതോ കഷ്ണം കഷ്ണമായിട്ടിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ കൈ കൊണ്ടോ ഒന്ന് ഉടച്ച് ചേർക്കാം, അല്ല മിക്സിയിലൊന്ന് അടിച്ചു വെച്ചാലും തെറ്റൊന്നുമില്ല. ഞാനൊന്നും മിക്സിയിൽ അടിച്ചൊന്നുമില്ല, നല്ലോണം കഷ്ണമായിട്ടുണ്ടായിരുന്നില്ല, നല്ലോണം വെന്ത ഉരുളക്കിഴങ്ങായിരുന്നു. ആദ്യം പൊട്ടിച്ചിട്ടുണ്ട് ചേർത്തപ്പോൾ ശരിയായി. ഈ കൂട്ടിച്ചേർത്ത മാവ് ഗോതമ്പ് പൊടി തന്നെ വിതറിയിട്ട് നല്ലോണം ഈ പശ പോലെയുള്ള വെള്ള കൂടുതൽ അങ്ങനെയൊന്നുള്ളത് പോവാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ളത് പോകാൻ വേണ്ടി ഗോതമ്പ് പൊടിയിൽ തന്നെ ഉരുട്ടി അതിനിതാക്കി വെച്ചു. അല്പം പൊടി വിതറി, അത് സാധാരണ പൂരി പോലെ അല്പം കട്ടി കൂടുതലാട്ടോ. ഇത് വളരെ നൈസായ പൂരിയല്ല, ഇത്തിരി കട്ടി കൂടിയായിട്ടുള്ള പൂരിയായിട്ട് പരത്തിയെടുത്ത് അതിനെ അങ്ങോട്ട് വറുത്ത് കോരിയെടുത്തു. അത് തന്നെ തിന്നുമ്പോൾ അതിനകത്ത് ഈ കറികളുടെ ഈ ചേർത്ത മസാലകളുടെ ഒക്കെ സ്വാദുണ്ട്, തന്നെ ആയാലും തിന്നാം. എന്നിരുന്നാലും അതിന് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ പൂരിക്ക് ഇവിടെ സാധാരണ ഉണ്ടാക്കാറുണ്ട്, ചിലപ്പോൾ ഒരു വെറൈറ്റി വരാൻ വേണ്ടിയിട്ട് പറയാറ്. നമ്മൾ പൂരി മസാല എന്ന് സാധാരണ പൂരിയും മസാലക്കറിയും കൂടി ആകുമ്പോൾ പറയും, ഇതാണെങ്കിൽ മസാല പൂരി എന്ന് പറയും. മസാലയും കൂടി ഇതിൽ ചേർത്തില്ലേ, ഞാനായിട്ട് പറയണതാ, അല്ലാതെ എൻ്റെ പേരൊന്നുമല്ല അങ്ങനെ. അപ്പം ഈ മസാല പൂരി വെറുതെ നമുക്ക് തിന്നാം, കറിയൊന്നും വേണ്ട. ഉപ്പിലിട്ടതുകൾ എന്തെങ്കിലും തൊട്ട് കൂട്ടണമെങ്കിൽ അതും ആവാം, അല്ല നമ്മളന്ന് സാമ്പാർ വെച്ചിട്ടുണ്ട്, സാമ്പാറുണ്ടെങ്കിൽ അതും കൂട്ടാം. ഞാൻ സാധാരണയായിട്ട് ഇവർക്ക് ഇവിടെ എൻ്റെ വീട്ടിൽ വിളമ്പാറുള്ളത് ഈ മസാല പൂരിക്ക് കൂട്ടായിട്ട് നമ്മൾ പുളിയിഞ്ചി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുളിയിഞ്ചി, അല്ലെങ്കിൽ അപ്പം പെട്ടെന്ന് ഇഞ്ചി പച്ചമുളക് അരിഞ്ഞതൊക്കെ അതിൽ നേരത്തെ കറിയിലേക്ക് ഉണ്ടാക്കുമല്ലോ, അപ്പം തന്നെ അതിൻ്റെ കുറച്ചടുത്ത് ഒന്നങ്ങോട്ട് വറക്കും, ഇത്തിരി പുളി അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കും, ഇത്തിരി അച്ചാർ പൊടി ഇട്ടു, ഇത്തിരി കായപ്പൊടി ഇട്ടു, ഒരു പൊടിക്ക് ശർക്കര ഇട്ടു, കുറച്ച് വെള്ളത്തോടു കൂടിയ ഒരു പുളിയിഞ്ചി. നമ്മളെ ഈ തമിഴ്നാട്ടിലൊക്കെ കുഞ്ഞു ഗോതമ്പിൻ്റെ പൂരിയും കിട്ടും, വെള്ളത്തോടെയുള്ളൊരു പുളിവെള്ളം. ആ പുളിവെള്ളത്തിൽ ഈ പൂരി മുക്കിയിട്ട് തിന്നണ ഒരു രീതിയുണ്ട്. 10-60 പൂരിയൊക്കെ തിന്നും, കൊച്ചു റൊട്ടി പോലത്തെയാണ്. അത് ചാക്കിലാണ് ഉണ്ടാക്കി കൊണ്ടുവന്ന് വയ്ക്കണേ. ഒരാൾ 10-20 പൂരിയെ കുറച്ച് തിന്നാൽ ഒന്നും ആവില്ല. അങ്ങനെ ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്. വലിയ തെറ്റൊന്നുമില്ല. എനിക്ക് ആ പുളിവെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് എനിക്കത്ര ഒരു താല്പര്യം തോന്നാനില്ല. ഞാൻ 2-3 ഒക്കെ കുട്ടികളുടെ കൂടെ കഴിക്കുക, അത്രേ പതിവുള്ളൂ. ഈ പൂരിക്കും ആ പുളിയിഞ്ചിയാണ് നല്ലത്. പുളിയിഞ്ചി നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ പുളിയിഞ്ചി, ആ പുളിയിഞ്ചി വറ്റി അങ്ങോട്ട് ഊണിന് വിളമ്പത്തക്ക വിധത്തിലാകരുത്, അത്ര കുറുകരുത്, കുറച്ച് വെള്ളത്തോടെയായിട്ടുള്ള പുളിയിഞ്ചി. ഈ മസാല പൂരി ഒരു 2-3 പൂരി നല്ല സുഖമായ ബ്രേക്ക്ഫാസ്റ്റായി, അല്ലെങ്കിൽ പത്താഴാണെങ്കിൽ അതുമായി, ഇത് മതി. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മസാല പൂരിയാണ്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഈ പൂരി മസാല പൂരി. മൂന്ന് പൂരി വച്ചിട്ടുണ്ട് ഈ പ്ലേറ്റിൽ. 3 പൂരി, മസാല പൂരി. അതിൻ്റെ കറി ഈ ചെപ്പിൽ ഇവിടെ ഇങ്ങനെ പുളിയിഞ്ചി. മസാല പൂരി വിത്ത് പുളിയിഞ്ചി. ഇന്നത്തെ പാചക രീതിയിലേക്ക് ഇന്ന് ഞാൻ വിളമ്പുന്ന വിഭവം മസാല പൂരി വിത്ത് പുളിയിഞ്ചി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് കേട്ടോ എൻ്റെ വിചാരം. ഒരു പൂരി ഈ പുളിയിഞ്ചിയിൽ മുക്കി പൊട്ടിച്ച് ഒരു കഷ്ണം പൂരി കഴിച്ചു നോക്കൂ, തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി എന്ന് വിചാരിച്ചാൽ മതി. ഈ മസാല പൂരി ഉണ്ടാക്കാനും എളുപ്പമാണ്. പിന്നെ എല്ലാത്തിനും ഒരു കാര്യമുണ്ട് കേട്ടോ, പറയാതെ വയ്യ. എല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചൂടോടുകൂടിയാണെങ്കിൽ അതിനൊക്കെ ഒരു സ്വാദ് ഉണ്ടാവുള്ളൂ. പൂരി കുറേ നാൾ ഉണ്ടാക്കി വെച്ച് കുറേ നേരം കഴിഞ്ഞ് അതിൻ്റെ ചൂടും ശുഷ്കാന്തിയൊക്കെ മാറിയിട്ടായ അത്രയ്ക്ക് സ്വാദ് വരില്ല. അപ്പോൾ ഇന്നത്തെ പാചക രീതിയിലേക്ക് ഇന്നത്തെ എൻ്റെ കോൺട്രിബ്യൂഷൻ മസാല പൂരി, അതിനൊരു തൊടുകറി പുളിയിഞ്ചി. ഓക്കെ,
ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും മറ്റുള്ളവരോടും പറയണം. ഒരു ദിവസം വെറൈറ്റി മസാലപ്പൂരി, പൂരി മസാലയല്ല, മസാലപ്പൂരി. എല്ലാവർക്കും നന്ദി.